അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇടുക്കി അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരനെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. യുവതിക്കും മർദ്ദനത്തിൽ പരിക്കേറ്റു. 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഒരു പ്രതികരണം ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുന്നു. ആദ്യം അതിലേക്ക്. ഗ്യാസിൻ്റെ മസ്റ്ററിങ്ങിന് വേണ്ടി പോയതായിരുന്നു. അവിടെ ചെന്നപ്പം കസ്റ്റമറോട് പറഞ്ഞു കൂടുതൽ റേറ്റിൽ അവർ കുറ്റി മേടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കുറവ് റേറ്റ് നമ്മൾ കുറ്റി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. നിങ്ങളാരാത് ചോദ്യം ചെയ്യാമെന്ന് വന്ന് ചോദിച്ച് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് വന്ന് ആദ്യമേ അടിച്ചു. അപ്പോൾ അടിച്ചപ്പോൾ താഴെ വീണ് കഴിഞ്ഞ് അവർ 5-6 പേര് ആളെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഏരിയയിൽ ഒരു സിലിണ്ടർ വിതരണം ചെയ്യുക, നമ്മുടെ കച്ചവടം നശിപ്പിക്കുക. അവർ ബ്ലാക്കിന് കുറ്റി കൊടുക്കുന്നവരാണ്. നമുക്കത് അറിയത്തില്ലായിരുന്നു. നമ്മുടെ കസ്റ്റമറുടെ ബുക്കുള്ളതുകൊണ്ട് അവിടെ കയറിപ്പോയതാണ്. അത് കഴിഞ്ഞ് ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത്. പുള്ളിക്കാരി ബഹളം കേട്ടാ കയറി വരുന്നത്. ആദ്യമേ എന്നെ വലിച്ച് നിലച്ചടിച്ച് കഴിഞ്ഞ് പുള്ളിക്കാരി അടുത്ത് വന്നപ്പം ആ ചേച്ചിയുടെ മുഖത്തിനിട്ടടിച്ചു. ആ ചേച്ചി താഴെ വീണ് വയറെ ചവിട്ടി അവിടെ വലിച്ചുകൊണ്ട് പോയി. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, എന്താണ് സംഭവം? എന്താണ് കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ രാഹുൽ വിജയൻ? ടി കെ, അണക്കര മേൽവാഴ എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് 5:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഗ്യാസ് ഏജൻസിയിൽ നിന്നുള്ള 2 ജീവനക്കാർ ഗ്യാസ് കണക്ഷന്റെ മസ്റ്ററിംഗ് ജോലികൾക്ക് വേണ്ടി എത്തിയതാണ്. ഈ ഗ്യാസ് ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് നടത്തിയെങ്കിൽ മാത്രമേ ഓൺലൈൻ ബുക്കിംഗ് വീണ്ടും നടത്താൻ കഴിയുകയുള്ളൂ. അത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി വന്നതാണ്. എന്നാൽ ഈ മേൽവാഴ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ജിസ്മോൻ അതുപോലെ തന്നെ പ്രതീക്ഷ എന്നീ 2 ഏജൻസി ജീവനക്കാർ കടന്നു ചെല്ലുകയും ആ സമയം തന്നെ മറ്റ് ചില ആളുകൾ പാൽപ്പാണ്ടി അതുപോലെ തന്നെ പാൽപ്പാണ്ടിയുടെ മകൻ അശോകൻ, ഈ പറയുന്ന 2 പേരാണ് നിലവിൽ കുമളി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ 2 പേരും എത്തുകയും നിങ്ങൾക്ക് ഇവിടെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകാരണമായി മർദ്ദിക്കുകയായിരുന്നു. മാത്രമല്ല ഈ പാൽപ്പാണ്ടിയുടെ ജീവനക്കാരായിട്ടുള്ള മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളും ഇവരെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല തറയിലിട്ട് ചവിട്ടി കൂട്ടിയതിനു ശേഷം ഈ ജിസ്മോനെ ഒരു ഇടവഴിയിലൂടെ വലിച്ചുകൊണ്ടുപോയി ഒരു തൂണിൽ കെട്ടിയിടുകയായിരുന്നു. ആ തൂണിൽ കെട്ടിയിട്ടതിന് ശേഷവും ക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് കുമളി പോലീസ് എത്തിയാണ് ഇവരെ മോചിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ആ യുവതിക്കും ക്രൂരമർദ്ദനം ഏറ്റിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആ യുവതിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. ആ തമിഴ് ഭാഷ കൂടുതലായി സംസാരിക്കുന്ന ആളുകളാണ് ഈ മേൽവാഴ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിച്ചിരുന്നത്. അതിഥി തൊഴിലാളികളാണ് ഇവർ. ഈ തോട്ടം മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഒരു ഏരിയയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ ഈ 2 ജീവനക്കാരും പറയുന്നത്. മാത്രമല്ല ഈ സംഭവത്തിൽ ഈ ഏജൻസി ജീവനക്കാരിയായ യുവതിയുടെ പരാതിയിലും അതുപോലെ തന്നെ ഈ ജീവനക്കാരന്റെ പരാതിയിലും കുമളി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പാൽപ്പാണ്ടി അതുപോലെ തന്നെ മകൻ അശോകൻ എന്നീ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പരിക്ക് ഗുരുതരമാണ്. ആ യുവാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു. കാരണം ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. യുവാവിനെ നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ദേഹത്ത് നല്ല രീതിയിൽ തന്നെ പരിക്കുണ്ട്. അദ്ദേഹവും കട്ടപ്പനയിലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ശരി, രാഹുൽ വിജയൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഗ്യാസ് ഏജൻസി ജീവനക്കാരനെയാണ് തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്. 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.